നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് മോൾ കൺസെപ്റ്റിനെ കുറിച്ചായിരുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പെർസെന്റേജ് കോമ്പോസിഷൻ, ഇംപെരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല, ലിമിറ്റിംഗ് റിയേജന്റ് എന്ന കാര്യങ്ങളെ കുറിച്ചാണ്. അതായത് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന കാര്യം പെർസെന്റേജ് കോമ്പോസിഷൻ ആണ്. പെർസെന്റേജ് കോമ്പോസിഷൻ പെർസെന്റേജ് കോമ്പോസിഷനില് നമുക്ക് കണ്ടെത്താനുള്ളത് മാസ് പെർസെന്റേജ്, അതേപോലെ മാസ് പെർസെന്റേജ് ഓഫ് ആൻ എലമെന്റ്. അപ്പൊ നമ്മൾ ശതമാനം 100ൽ പ്രസ്താവിക്കുന്നതായിരിക്കാം നമ്മൾ പെർസെന്റേജ് എന്നുകൊണ്ട് അർത്ഥമാക്കുക. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക മാസ് പെർസെന്റേജ് ഓഫ് ആൻ എലമെന്റ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടില് ഏതൊക്കെ എലമെന്റുകൾ ഉണ്ടോ അതിന്റെയൊക്കെ ഓരോന്നിന്റെ പെർസെന്റേജ് കോമ്പോസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടായിരിക്കാം നമുക്ക് പ്രോബ്ലം വരിക. അപ്പൊ നമുക്കതില് മാസ് പെർസെന്റേജ് ഓഫ് ആൻ എലമെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. മാസ് പെർസെന്റേജ് ഓഫ് ആൻ എലമെന്റ്, നമുക്ക് എങ്ങനെ ഒരു എലമെന്റിന്റെ മാസ് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടില് ഓരോ എലമെന്റുകൾ ഉണ്ടല്ലോ, അത് ഓരോന്നിന്റെയും മാസ് ഓഫ് ദ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ കോമ്പൗണ്ട് ഇൻറ്റു 100. മാസ് ഓഫ് ദ എലമെന്റ് ദാറ്റ് പ്രസന്റ് ഇൻ എ കോമ്പൗണ്ട്. നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടില് ഇപ്പൊ വാട്ടർ എന്ന് പറഞ്ഞ കോമ്പൗണ്ടില് ഹൈഡ്രജനും ഓക്സിജനും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതില് ഹൈഡ്രജന്റെ ഭാരത്തെ ഡിവൈഡഡ് ബൈ അതിന്റെ ടോട്ടൽ ഭാരം, വാട്ടറിന്റെ മൊത്തത്തിലുള്ള ഭാരം കാൽക്കുലേറ്റ് ചെയ്യുക ഇൻറ്റു 100. മാസ് ഓഫ് ദ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ കമ്പോണന്റ് ഇൻറ്റു 100 നമുക്ക് പറയാം. അപ്പൊ മാസ് പെർസെന്റേജ് ഓഫ് ആൻ എലമെന്റ് ഈക്വൽ ടു mass of that element in the compound. Mass of that element in the compound. Mass of that element in the compound divided by mass of that element in the compound divided by മോളാർ മാസ് അല്ലെങ്കിൽ മോളിക്കുലർ മാസ്, മോളാർ മാസ് ഓഫ് ദ കോമ്പൗണ്ട്. മോളാർ മാസ് ഓഫ് ദ കോമ്പൗണ്ട് തീർന്നിട്ടില്ല. ഇൻറ്റു എന്താ നമ്മൾ പെർസെന്റേജ് അല്ലേ പറയുക, ഇൻറ്റു 100. അപ്പൊ മാസ് ഓഫ് ദ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100 നമുക്ക് ചുരുക്കത്തിൽ പറയാം. മാസ് ഓഫ് ദ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100. ഇനി മാസ് പെർസെന്റേജ് ഓഫ് ആൻ എലമെന്റ് എന്ന് സ്പെസിഫൈ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും. മാസ് ഓഫ് ദാറ്റ് എലമെന്റ് ഇൻ ദ കോമ്പൗണ്ട്. നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടിലുള്ള ആ എലമെന്റിന്റെ ഭാരത്തെ ദ ഹോൾ ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദ കോമ്പൗണ്ട്. മോളാർ മാസ് ഓഫ് ദ കോമ്പൗണ്ട്, ആ കോമ്പൗണ്ടിന്റെ മൊത്തം ഭാരം കാൽക്കുലേറ്റ് ചെയ്യുക, അതുകൊണ്ട് ഭാഗിക്കുക ഇൻറ്റു 100. ഇങ്ങനെയായിരിക്കാം നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, മാസ് പെർസെന്റേജ് ഓഫ് ആൻ എലമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഒന്നുകൂടെ പറയാം, എളുപ്പത്തിൽ നമുക്ക് പറയാം. നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടിനെ മാസ് ഓഫ് ദ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100 എന്ന് പറയാം. ഇനി സ്പെസിഫൈ ചെയ്ത് ഓരോ എലമെന്റിന്റെയും മാസ് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ ഏത് എലമെന്റ് ആണോ ആ എലമെന്റിന്റെ ഭാരത്തെ അതിന്റെ മൊത്തം ഭാരം ടോട്ടൽ മാസ് ഓഫ് ദ കമ്പോണന്റ് അല്ലെങ്കിൽ മോളാർ മാസ് ഓഫ് ദ കോമ്പൗണ്ട് കൊണ്ട് ഭാഗിക്കുക ഇൻറ്റു 100 കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് അതിന്റെ എന്താ മാസ് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വാട്ടറിൽ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും മാസ് പെർസെന്റേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട് വാട്ടർ ആണ്. ഈ വാട്ടറില് ഹൈഡ്രജന്റെ മാസ് പെർസെന്റേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഓക്സിജന്റെയും മാസ് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഈ മാസ് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്നതിനകത്തുള്ള ഓരോന്നിന്റെ ഭാരം കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പൊ മാസ് ഓഫ് ഹൈഡ്രജൻ, അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതില് ഹൈഡ്രജന്റെ മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇവിടെ 2 ആണ്, 2 ഗ്രാം ആണ്. ഇനി അതേപോലെ മാസ് ഓഫ് ഓക്സിജൻ 16 ഗ്രാം ആണ്. ഇനി ഇതേപോലെ നമുക്ക് എന്തുകൂടെ കാൽക്കുലേറ്റ് ചെയ്യണം, ഇതിന്റെ മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുക.
മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ. വാട്ടറിന്റെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്കിത് കണ്ടുപിടിക്കാൻ അറിയാം. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 അതേപോലെ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട് പ്ലസ് ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 ആണ് ഇൻറ്റു 1. ഇതെല്ലാം കൂടെ കൂട്ടുക 2 + 16 18 ഗ്രാം ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇതിന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 18 ഗ്രാം ആണ്. മോളിക്കുലാർ മാസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, 18 ഗ്രാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്താണ്? ഇതിന്റെ മാസ് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. മാസ് പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ, മാസ് പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ മാസ് പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മാസ് ഓഫ് ദ കമ്പോണന്റ്, ഇപ്പൊ മാസ് ഹൈഡ്രജന്റെ 2 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ടോട്ടൽ മാസ് എന്ന് പറയുക 2 + 16 ദാറ്റ് ഈക്വൽ ടു 18 ആണ്, ഇൻറ്റു 100. മാസ് ഓഫ് ദ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100 ആണ്. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടുക 11.11% എന്നുള്ള രീതിയിൽ കിട്ടും. 11.11%. ഇതേപോലെ മാസ് പെർസെന്റേജ് ഓഫ് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഓക്സിജൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെ ഓക്സിജൻ കാൽക്കുലേറ്റ് ചെയ്യാം? ഓക്സിജന്റെ ഭാരം നമുക്ക് തന്നിട്ടുണ്ട് 16 ഗ്രാം ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എത്ര തന്നേക്കുക? ടോട്ടൽ മാസ് പറഞ്ഞേക്കുക 18 അല്ലേ, ഇൻറ്റു 100. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ 88.88% എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ മാസ് പെർസെന്റേജ്, മാസ് ഓഫ് ദ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100 വിളിക്കുന്ന പേരാണ് മാസ് പെർസെന്റേജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുക. അപ്പൊ അതൊരു എലമെന്റിനെ സ്പെസിഫൈ ചെയ്ത് ചോദിച്ചാൽ ഏത് എലമെന്റ് ആണോ ആ എലമെന്റിന്റെ ഭാരത്തെ അതിന്റെ മോളിക്കുലാർ മാസ് കൊണ്ട് ഭാഗിക്കുക, ഇൻറ്റു 100 ആയിരിക്കാം. നമുക്ക് ഒരു എക്സാമ്പിളൂടെ ചെയ്ത് നോക്കാം. ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ എത്തനോൾ? നിങ്ങളുടെ വായിക്കാം. വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ എത്തനോൾ? എത്തനോളിന്റെ ഫോർമുല CH3CH2OH ആണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ C2H5OH എന്ന് എഴുതിക്കൂടെ? എത്തനോള് നമ്മൾ ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എത്തനോള്. ഇനി മെത്തനോൾ ആണെങ്കിലും അതിന് വിളിക്കുന്ന പേര് അത് CH3OH ആണ്. വുഡ് സ്പിരിറ്റ് എന്നാണ് അറിയപ്പെടാറുള്ളത്. വുഡ് സ്പിരിറ്റ്. ഇത് എത്തനോൾ ആണ്. അപ്പൊ നമ്മുടെ ചോദ്യം വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ ഏതിനകത്തുള്ള? എത്തനോളിലുള്ള കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജന്റെ പെർസെന്റേജ് കോമ്പോസിഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ മോളിക്കുലാർ ഫോർമുല നമ്മളിപ്പോ എഴുതി കഴിഞ്ഞു. C2H5OH ആണ് ഇതിന്റെ മോളിക്കുലാർ ഫോർമുല. നമുക്ക് ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്താണ്? അതിന്റെ മോളിക്കുലാർ മാസ് ഓഫ് എത്തനോൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് പെർസെന്റേജ് കോമ്പോസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ എത്തനോളിന്റെ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജന്റെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അതിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്? മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ് ഓഫ് എത്തനോൾ കാൽക്കുലേറ്റ് ചെയ്യണം. മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ്. മോളിക്കുലാർ മാസ് ഓഫ് എത്തനോൾ. എത്തനോള് C2H5OH ആണ്. C2H5OH. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ അപ്പൊ C2H5OH കാൽക്കുലേറ്റ് ചെയ്യണം. കാർബൺ 12 ആണ്, ഇൻറ്റു 2 പ്ലസ് ഹൈഡ്രജൻ അതിന്റെ അറ്റോമിക മാസ് 1 ആണ്, 5 എണ്ണം ഉണ്ട്, പ്ലസ് ഓക്സിജൻ 16 ആണ്, പ്ലസ് ഒരു ഹൈഡ്രജൻ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ C2H5OH ഇതിന്റെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുക 46 ആണ് കിട്ടാറുള്ളത്. 46 ഗ്രാം എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ 46 ഗ്രാമിനകത്തുള്ള
കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇത് ഓരോന്നിന്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? എത്ര ശതമാനം എത്തനോളിൽ അല്ലെങ്കിൽ എത്തനോളിൽ അടങ്ങിയിട്ടുള്ള കാർബണിന്റെ പെർസെന്റേജ് എത്രയാണ്, എത്ര ശതമാനം ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്തണം. അപ്പൊ നമുക്ക് ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യാം. മാസ് പെർസെന്റേജ് ഓഫ് കാർബൺ നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. മാസ് പെർസെന്റേജ് ഓഫ് കാർബൺ. ഇപ്പൊ നമ്മൾ മാസ് പെർസെന്റേജ് ഓഫ് കാർബൺ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കാർബണിന്റെ ഭാരം നമുക്കറിയാം എത്രയാണ്. കാർബണിന്റെ ഭാരം 12 ആണല്ലോ. പക്ഷെ ഇവിടെ നോക്കുക എത്ര കാർബൺ ആറ്റം ഉണ്ട്. ഇപ്പൊ ഇതിൽ പങ്കെടുത്തേക്കുന്നത് 2 പേരാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എത്രയായിരിക്കാം? 12 × 2 24 ഗ്രാം ഉണ്ട് ആര്? കാർബൺ. ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് നമുക്ക് കിട്ടിയേക്കുക 46 ഗ്രാം ആണ്. ഇൻറ്റു എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുക? ഇൻറ്റു 100 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടും ഇതിന്റെ മാസ് പെർസെന്റേജ് ഓഫ് കാർബൺ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. 24 ഡിവൈഡഡ് ബൈ 46 × 100 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുക 52.14%. 52.14% ശതമാനത്തിലാണല്ലോ. അതുകൊണ്ട് നമ്മൾ ആ ശതമാന ചിഹ്നം എഴുതി. ഇനി ഇതേപോലെ നമുക്ക് അടുത്ത കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് മാസ് പെർസെന്റേജ് ഓഫ് ഏതാണ്? ഹൈഡ്രജൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ മാസ് പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഹൈഡ്രജന്റെ അറ്റോമിക മാസ് 1 ആണ്. പക്ഷെ ഇവിടെ 1/46 എന്നാണോ എഴുതുക? അല്ലല്ലോ. ഇവിടെ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? ഇപ്പൊ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 5 1 6 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. 6 × 1 6 ഗ്രാം ആണ്. 6 ഗ്രാം ഡിവൈഡഡ് ബൈ മൊത്തത്തിലെ ഭാരം എത്രയാണ്? ആ കോമ്പൗണ്ടിന്റെ ഭാരം എന്ന് പറയുക 46 ഗ്രാം ആണ്. ഇൻറ്റു 100 ആണ്. 6 ഡിവൈഡഡ് ബൈ 46 ഇൻറ്റു 100. അതിന്റെ വാല്യൂ കിട്ടുക 13.13 എന്ന് പറഞ്ഞ് കിട്ടി. 13.13%. ഇനി നമുക്ക് അടുത്ത കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഏതാണ്? മാസ് പെർസെന്റേജ് ഓഫ് ഓക്സിജൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. മാസ് പെർസെന്റേജ് ഓഫ് ഓക്സിജൻ. മാസ് പെർസെന്റേജ് ഓഫ് ഓക്സിജൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പൊ മാസ് പെർസെന്റേജ് ഓഫ് ഓക്സിജൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഓക്സിജന്റെ അറ്റോമിക മാസ് എത്രയാണ്? 16 ഗ്രാം അല്ലയോ? അപ്പൊ ഇവിടെ 16 ഗ്രാം എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? ഒരെണ്ണം അല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് 16 ഗ്രാം ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് 46 ഗ്രാം ആണ്. ഇൻറ്റു 100. അപ്പൊ ഇതിന്റെ കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുക ഇപ്പൊ ഈ തന്നിരിക്കുന്ന കാൽക്കുലേഷൻ ഇത് ചെയ്യാതെ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാം. കാര്യം നമ്മൾ മൊത്തത്തിൽ കണ്ടുപിടിക്കുന്ന 100% ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുക, ഇത് രണ്ടും കൂടെ കൂട്ടുക, അത് 100ൽ നിന്ന് കുറച്ച് നോക്കുകയാണെങ്കിൽ ഈ പെർസെന്റേജ് കിട്ടും. അതല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കിട്ടുന്ന വാല്യൂ കൂട്ടി നോക്കുക. ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുക 34.73% എന്ന് പറഞ്ഞ് കിട്ടി. ഇപ്പൊ ഈ വാല്യൂ എല്ലാം കൂടെ കൂട്ടുകയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ടുള്ളത് 100% ആണ്. പക്ഷെ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടുക 99 പോയിന്റ് സംതിങ് ആയിരിക്കാം കിട്ടുക. അപ്പൊ നമുക്ക് അവിടെ എന്തേ ഉള്ളൂ? പ്രിസിഷനേ ഉള്ളൂ. ആക്യുറസി എന്ന് പറഞ്ഞ കാര്യം വരുന്നില്ല. അപ്പൊ ഇതിന്റെ പെർസെന്റേജ് കോമ്പോസിഷൻ നമുക്ക് തന്നിരിക്കുന്ന എത്തനോളിലുള്ള കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇതിന്റെ പെർസെന്റേജ് കോമ്പോസിഷൻ ആണ്. കാർബണിന്റെ പെർസെന്റേജ് 52.14% എന്ന് പറഞ്ഞു കിട്ടി. അതേപോലെ ഹൈഡ്രജന്റെ പെർസെന്റേജ് 13.13%, ഓക്സിജന്റെ പെർസെന്റേജ് കോമ്പോസിഷൻ 34.73% എന്ന് പറഞ്ഞു കിട്ടി. അപ്പൊ എന്താ പെർസെന്റേജ് കോമ്പോസിഷൻ? മാസ് ഓഫ് ദ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100 എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അതല്ല, മാസ് പെർസെന്റേജ് ഓഫ് ആൻ എലമെന്റ്, ഒരു എലമെന്റിന്റെ മാസ് പെർസെന്റേജ് എന്ന് ചോദിച്ചാൽ മാസ് ഓഫ് ദാറ്റ് എലമെന്റ് ഇൻ ദ കോമ്പൗണ്ട്, ആ കോമ്പൗണ്ടിലുള്ള എലമെന്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് ദ കോമ്പൗണ്ട് ഇൻറ്റു 100 ആണ്. മനസ്സിലായോ മാസ് പെർസെന്റേജിനെ കുറിച്ച്? അപ്പൊ നിങ്ങൾക്ക് വീണ്ടും ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ എന്റെ എക്സാമ്പിൾ എഴുതിയിട്ടേക്കാം. H2SO4 സൾഫ്യൂരിക് ആസിഡിലുള്ള ഹൈഡ്രജൻ, സൾഫർ, ഓക്സിജൻ ഇതിന്റെയൊക്കെ മോളിക്കുലാർ മാസിന്റെ ഇതിന്റെ മാസ് പെർസെന്റേജ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യനും കൂടെ തന്നേക്കാം. ഗ്ലൂക്കോസ് C6H12O6. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. ഇതിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുക. ആ മോളിക്കുലാർ മാസ് കണ്ടുപിടിച്ചതിന് ശേഷം ഓരോ എലമെന്റ് എത്ര ഭാരം ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനെ എന്തുകൊണ്ട് ഭാഗിക്കുക? മാസ് ഓഫ് ദ കമ്പോണന്റ് കൊണ്ട് ഭാഗിക്കുക. ഇൻറ്റു 100 ആണ് അതിന്റെ മാസ് പെർസെന്റേജ്. അത് പ്രകാരം ഹൈഡ്രജൻ, സൾഫർ, ഓക്സിജൻ ഈ സൾഫ്യൂരിക് ആസിഡിനകത്തുള്ള ഓരോ എലമെന്റിന്റെയും മാസ് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക.
ഇനി ഗ്ലൂക്കോസ് C6H12O6 ആണ് ഗ്ലൂക്കോസ്. അപ്പൊ ഗ്ലൂക്കോസിലും കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇതിന്റെ മാസ് പെർസെന്റേജ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അടുത്തത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇമ്പരിക്കൽ ആൻഡ് മോളിക്കുലാർ ഫോർമുല എന്നുള്ളതാണ്. ഇമ്പരിക്കൽ ആൻഡ് മോളിക്കുലാർ ഫോർമുല ഒത്തിരി തവണ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, പ്രധാനപ്പെട്ട കാര്യവുമാണ്. അപ്പൊ നമ്മൾ പഠിച്ച പെർസെന്റേജ് കോമ്പോസിഷൻ കാൽക്കുലേറ്റ് ചെയ്തില്ലേ, അത് ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരും. അപ്പൊ ഇമ്പരിക്കൽ പെർസെന്റേജ് കോമ്പോസിഷൻ കാൽക്കുലേറ്റ് ചെയ്ത് അതെല്ലാം കൂടെ കൂട്ടി എഴുതി നമുക്ക് ഇമ്പരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പൊ ആദ്യം നമുക്കത് പറയാം. ഇമ്പരിക്കൽ ഫോർമുല എന്താണ്? ഇമ്പരിക്കൽ ഫോർമുല എന്നതുകൊണ്ട് അർത്ഥമാക്കുക. അപ്പൊ ഇമ്പരിക്കൽ ഫോർമുല പറയുക ദ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഓഫ് വേരിയസ് ആറ്റം പ്രസന്റ് ഇൻ എ കോമ്പൗണ്ട്. എന്നൂടെ പറയാം. ദ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഓഫ് വേരിയസ് ആറ്റം പ്രസന്റ് ഇൻ എ കോമ്പൗണ്ട്. നമുക്കൊരു എക്സാമ്പിൾ എഴുതി കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം ഗ്ലൂക്കോസ് C6H12O6. ഇതാണല്ലോ ഗ്ലൂക്കോസിന്റെ മോളിക്കുലാർ ഫോർമുല. അപ്പൊ ഈ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞതിൽ 6 കാർബൺ ആറ്റം ഉണ്ട്, 12 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, അതേപോലെ 6 ഓക്സിജൻ ആറ്റം അടങ്ങിയതാണ്. ഇതൊരു കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ തന്നിരിക്കുന്ന ഗ്ലൂക്കോസിന്റെ ഇമ്പരിക്കൽ ഫോർമുല എന്നതുകൊണ്ട് അർത്ഥമാക്കുക ഇവിടെ കാർബൺ 6 ആണ്, ഹൈഡ്രജൻ 12 ആണ്, ഓക്സിജൻ 6 ആണ്. ഇതിനെ നമ്മൾ ഏറ്റവും ലഘൂകരിച്ച് എഴുതുകയാണെങ്കിൽ ഇതിനെല്ലാം നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ C1H2O1 ഇതിനെ വെട്ടി ചെറുതാക്കി എഴുതുകയാണെങ്കിൽ ഏറ്റവും ചെറിയ രീതിയിൽ എഴുതുകയാണെങ്കിൽ ഏകദേശം നമുക്ക് 1:2:1 എന്നുള്ള രീതിയിലായിട്ട് മാറി. അപ്പൊ ഇത് അതിന്റെ ഏറ്റവും ലഘുവായിട്ടുള്ള അനുപാതമാണ് നമ്മൾ എഴുതിയേക്കുക. അപ്പൊ അങ്ങനെ ഏറ്റവും ലഘുവായിട്ടുള്ള അനുപാതം നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടിലുള്ള ഓരോ എലമെന്റിനെയും അതിന്റെ ഏറ്റവും ലഘുവായിട്ടുള്ള അനുപാതത്തിൽ ക്രമീകരിക്കുക. സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഓഫ് വേരിയസ് ആറ്റം പ്രസന്റ് ഇൻ എ കോമ്പൗണ്ട്. നമുക്ക് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞതില് C6H12O6 അതിനെ ഏറ്റവും ലഘുവായിട്ട് എഴുതുകയാണെങ്കിൽ C1H2O1 എന്നെടുത്ത് എഴുതി. അപ്പം 1, 2, 1 എന്ന ഏറ്റവും ലഘുവായിട്ടുള്ള അനുപാതത്തിൽ എഴുതി. ഇതിനെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഓഫ് വേരിയസ് ആറ്റം പ്രസന്റ് ഇൻ എ കോമ്പൗണ്ട്. പഠിച്ചിരിക്കേണ്ട വാക്ക് ഓർക്കുക. സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോന് വിളിക്കുന്ന പേരാണ് എന്ത്? ഇമ്പരിക്കൽ ഫോർമുല എന്നതുകൊണ്ട് അർത്ഥമാക്കുക. സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ, സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഓഫ് വേരിയസ് ആറ്റം പ്രസന്റ് ഇൻ എ കോമ്പൗണ്ട്. നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടിലുള്ള ഓരോ എലമെന്റും അതിന്റെ ഏറ്റവും ലഘുവായിട്ടുള്ള അനുപാതത്തിൽ ക്രമീകരിച്ചിരിക്കുന്നതിനെ അതിന് വിളിക്കുന്ന പേരാണ് ഇമ്പരിക്കൽ ഫോർമുല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഇമ്പരിക്കൽ ഫോർമുല സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഓഫ് വേരിയസ് ആറ്റം പ്രസന്റ് ഇൻ എ കോമ്പൗണ്ട്. അപ്പൊ ഇനി എന്താണ് മോളിക്കുലാർ ഫോർമുല എന്നതുകൊണ്ട് അർത്ഥമാക്കുക? ഇപ്പൊ നമുക്ക് ഗ്ലൂക്കോസിന്റെ ഇമ്പരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞു C1H2O1 എന്നുള്ള രീതിയിലാണ് നമുക്ക് തന്നേക്കുക, അല്ലെങ്കിൽ CH2O എന്നാണ് നമുക്ക് തന്നേക്കുക. പക്ഷെ അതിന്റെ ഗ്ലൂക്കോസിന്റെ എക്സാക്ട് മോളിക്കുലാർ ഫോർമുല ഗ്ലൂക്കോസ് ആകണമെങ്കിൽ അതിൽ C6ഉം H12ഉം O6ഉം ഉണ്ട്. അപ്പൊ ഇമ്പരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഇപ്പൊ ഇമ്പരിക്കൽ ഫോർമുല ഈക്വൽ ടു ഇമ്പരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് പറയാൻ പോവുകയാണ്. ഇമ്പരിക്കൽ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറെ ടാബുലർ കോളവും കാര്യങ്ങളൊക്കെ വരച്ചിട്ടാ ചെയ്യുക. അപ്പൊ ഇമ്പരിക്കൽ ഫോർമുലയെ ഏതോ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഈ തന്നിരിക്കുന്നതിനെ നമ്മൾ n എന്ന് പറഞ്ഞ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോ കിട്ടുന്നതാണ് അതിന്റെ മോളിക്കുലാർ ഫോർമുല എന്നതുകൊണ്ട്. അപ്പൊ മോളിക്കുലാർ ഫോർമുല കിട്ടാനായിട്ട് നമ്മൾ ഇമ്പരിക്കൽ ഫോർമുല എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? ഒരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു n എന്ന് പറഞ്ഞ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നാണ് നമ്മൾ നോക്കുക. ഇമ്പരിക്കൽ ഫോർമുലയിലെ അതിനെ n എന്ന് പറഞ്ഞൊരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എന്തായിട്ട് മാറി? അപ്പൊ ഇവിടുത്തെ n എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക 6 ആണ്. അപ്പൊ ഈ കിട്ടിയേക്കുന്നതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഓരോന്നിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ C6H12O6 എന്ന് പറഞ്ഞ രീതിയിൽ കിട്ടി. അത് കറക്റ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസിന്റെ മോളിക്കുലാർ ഫോർമുല ആയിട്ട് മാറിയില്ലയോ? അപ്പൊ എന്താണ് മോളിക്കുലാർ ഫോർമുല? നമുക്ക് കണ്ടുപിടിക്കുന്നതൊക്കെ നമുക്ക് പ്രോബ്ലം വഴി ചെയ്യാം. ആദ്യം അതിന്റെ ഡെഫിനിഷൻ പറയാം. എന്താണ് മോളിക്കുലാർ ഫോർമുല?
ഇമ്പരിക്കൽ ഫോമിലെ ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഓഫ് വേരിയസ് ആറ്റം പ്രസന്റ് ഇൻ എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിലുള്ള ഓരോ എലമെന്റിന്റെയും ഏറ്റവും ലഘുവായിട്ടുള്ള അനുപാതത്തിൽ എഴുതുന്നതാണ്. ഏറ്റവും ലഘുവായിട്ടുള്ള അനുപാതത്തിൽ എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇമ്പരിക്കൽ ഫോർമുല എന്നതുകൊണ്ട് അർത്ഥമാക്കുക. പക്ഷേ ഓർക്കുക, എന്താണ് മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ? ദ എക്സാക്ട് നമ്പർ ഓഫ് ആറ്റം, ദ എക്സാക്ട് നമ്പർ ഓഫ് ആറ്റം പ്രസന്റ് ഇൻ എ കോമ്പൗണ്ട്. നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടിലെ ഓരോ എലമെന്റും എത്രയാണോ അത് കൃത്യമായിട്ട് കാണിക്കപ്പെടുന്നതായിരിക്കാം അതിന്റെ മോളിക്കുലാർ ഫോർമുല എന്നതുകൊണ്ട് അർത്ഥമാക്കുക. അപ്പൊ മോളിക്കുലാർ ഫോർമുല ദ എക്സാക്ട് നമ്പർ ഓഫ് ഡിഫറന്റ് ടൈപ്പ് ഓഫ് ആറ്റം പ്രസന്റ് ഇൻ എ മോളിക്യൂൾ ഓഫ് എ കോമ്പൗണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ആ കോമ്പൗണ്ടിലുള്ള അല്ലെങ്കിൽ ആ മോളിക്യൂളിലുള്ള ഓരോ എലമെന്റും ഹൈഡ്രജൻ ആവാം, കാർബൺ ആവാം, നൈട്രജൻ ആവാം, നമുക്ക് ഏതാണോ തന്നേക്കുക അതിനകത്തുള്ള ഓരോ എലമെന്റ് എത്രയാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തി എഴുതുന്നതാണ് അതിന്റെ മോളിക്കുലാർ ഫോർമുല എന്നതുകൊണ്ട് അർത്ഥമാക്കുക. The simplest whole number ratio of various atom present in a compound empirical formula ആണെങ്കിൽ, whereas molecular formula represents the exact, ഓർക്കുക, നമ്മൾ അവിടെ ഓർത്ത് വെക്കേണ്ട വാക്ക് the exact number of different type of atom present in a molecule of a compound. അപ്പൊ ഇതിനകത്തുള്ള എക്സാക്ട് നമ്പറിനെ ക്രമീകരിച്ച് എഴുതുന്നതാണ്. അപ്പൊ ഇമ്പരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും തമ്മിലുള്ള റിലേഷൻ, നമുക്ക് ഇമ്പരിക്കൽ ഫോർമുല തന്നിട്ട് അതിനെ എങ്ങനെ മോളിക്കുലാർ ഫോർമുലയിലോട്ട് കൺവെർട്ട് ചെയ്യാന്ന് പറഞ്ഞ പ്രോബ്ലം തരികയാണെങ്കിൽ, അപ്പൊ ഇമ്പരിക്കൽ ഫോർമുല എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? n എന്ന് പറഞ്ഞൊരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ n എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആ n എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ n വേർ n ഈക്വൽ ടു n കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് മോളിക്കുലാർ മാസ് തന്നിരിക്കും. അപ്പൊ മോളിക്കുലാർ മാസ് ചോദ്യത്തിൽ തന്നേക്കും. അതിനെ ഇമ്പരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഭാഗിക്കുക. ഇപ്പൊ ഇമ്പരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഭാഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇമ്പരിക്കൽ ഫോർമുല മാസ് എന്ന് പറഞ്ഞാൽ നോക്കുക, അതാണ് ഇപ്പൊ ഇമ്പരിക്കൽ ഫോർമുല നമുക്ക് കിട്ടിയേക്കുക C1 H2 O1 എന്നല്ലേ കിട്ടിയേക്കുക. അപ്പൊ ഇതിന്റെ മാസുകൾ അങ്ങോട്ട് കൂട്ടി എഴുതുക. അപ്പൊ ഇതിന്റെ മാസ് കൂട്ടി എഴുതുകയാണെങ്കിൽ കാർബണിന്റെ 12 × 1 അധികം 1 × 2 അധികം 1 × 16 ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് അതിന്റെ ഇമ്പരിക്കൽ ഫോർമുല മാസ്. ഇനി ഇതിന്റെ മോളിക്കുലാർ മാസ് നമുക്ക് നേരത്തെ തന്നേക്കും. ആ മോളിക്കുലാർ മാസ് കിട്ടുന്ന തുകയെ, മോളിക്കുലാർ മാസിനെ എന്തുകൊണ്ട് ഭാഗിക്കണം? ഇമ്പരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഭാഗിക്കണം. ഇൻറ്റു ഇമ്പരിക്കൽ ഫോർമുല, കിട്ടുന്ന സംഖ്യ n ആണ്. ആ n നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇമ്പരിക്കൽ ഫോർമുല മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ കിട്ടുന്നതാണ് അതിന്റെ എക്സാക്ട് ആയിട്ടുള്ള മോളിക്കുലാർ ഫോർമുല. ഓർക്കുക, ഇമ്പരിക്കൽ ഫോർമുല എന്ന് പറയുക the simplest whole number ratio of various atom present in a compound, whereas molecular formula represent the exact number of different type of atom present in a molecule of a compound. നിങ്ങൾ ഇത്രയും പഠിച്ചില്ലെങ്കിലും രണ്ട് വാക്ക് ഓർത്ത് വെച്ചേക്കുക. സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോന് വിളിക്കുന്ന പേര് ഇമ്പരിക്കൽ ഫോർമുല. എക്സാക്ട് നമ്പർ ആണ്, എക്സാക്ട് നമ്പർ ഓഫ് ഡിഫറന്റ് ആറ്റം പ്രസന്റ് ഇൻ എ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേര് മോളിക്കുലാർ ഫോർമുല. അപ്പൊ നമ്മളിപ്പോ തിയറിയെ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ഇമ്പരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അത് പരീക്ഷയ്ക്ക് തരുന്ന പ്രോബ്ലം, അതായത് അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് നമുക്കിപ്പം പ്രോബ്ലം വഴി ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ പറയാം. ഇതിനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഡേറ്റാസ് എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് കോമ്പോസിഷൻ അറിഞ്ഞിരിക്കണം, ഇനി അതിന്റെ അറ്റോമിക മാസ് അറിഞ്ഞിരിക്കണം. ബാക്കി നമുക്ക് അതിന്റെ ടേബിളൊക്കെ വരച്ച് കാര്യം ചെയ്യാം. ഇപ്പൊ ഒരു സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ പറയാം. ഇപ്പൊ കാർബൺ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റയാണ്. കാർബൺ 80% അതിന്റെ പെർസെന്റേജ് കോമ്പോസിഷൻ തന്നിട്ടുണ്ട്. ഹൈഡ്രജന്റെ പെർസെന്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത് 20%. ഇവിടെ രണ്ട് എലമെന്റേ ഉള്ളൂ. ഒരു സിമ്പിൾ ആയിട്ടൊരു പ്രോബ്ലം പറയാൻ പോണത്. ഇപ്പൊ ഇമ്പരിക്കൽ ഫോർമുല എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് ടേബിൾ വരച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പോവുക. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് കാർബൺ 80% തന്നിട്ടുണ്ട്, ഹൈഡ്രജൻ 20% തന്നിട്ടുണ്ട്. ഇനി അവർ ഒരു ഡേറ്റ കൂടി തന്നിട്ടുണ്ട്. ഇതിന്റെ മോളിക്കുലാർ ഫോർമുല, മോളിക്കുലാർ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. മോളിക്കുലാർ മാസ്
ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് 30 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ 3 ഡേറ്റാസ് മാത്രമാണ് നമുക്ക് തന്നേക്കുക. പെർസെന്റേജ് കോമ്പോസിഷൻ ഓഫ് കാർബൺ ഈസ് 80% ആൻഡ് ഹൈഡ്രജൻ ഈസ് 20%. ഇറ്റ്സ് മോളിക്കുലർ ഫോർമുല ഈസ് 30. കാൽക്കുലേറ്റ്സ് ഇറ്റ്സ് ഇമ്പരിക്കൽ ആൻഡ് മോളിക്കുലർ ഫോർമുല. ഇതാ ചോദ്യം വരുന്നത്. അപ്പൊ അത് ഏറ്റവും ലഘുവായിട്ട് എടുത്ത് എഴുതിയതേ ഉള്ളൂ. കാർബണിന്റെ ശതമാനം തന്നു, അതിന്റെ അതേപോലെ ഹൈഡ്രജന്റെ പെർസെന്റേജ് കോമ്പോസിഷൻ നമ്മൾ എഴുതി, അതിന്റെ മോളിക്കുലർ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എങ്ങനെ നമുക്ക് ഇമ്പരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇമ്പരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കുറച്ചൊരു ടേബിൾ വരയ്ക്കണം. ആ ടേബിളിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എലമെന്റ് അങ്ങോട്ട് എഴുതണം. എലമെന്റ് ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എലമെന്റുകൾ ഏതാണ്? കാർബൺ ഉണ്ട്, അതേപോലെ തന്നെ ഹൈഡ്രജനും ഉണ്ട്. ഇനി രണ്ടാമത് അതിന്റെ പെർസെന്റേജ് കോമ്പോസിഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. പെർസെന്റേജ് കോമ്പോസിഷൻ, പെർസെന്റേജ് കോമ്പന്നേ ഞാൻ എഴുതിയിട്ടുള്ളൂ, പെർസെന്റേജ് കോമ്പോസിഷൻ. അപ്പൊ ആ പെർസെന്റേജ് കോമ്പോസിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. കാർബണിന്റെ പെർസെന്റേജ് കോമ്പോസിഷൻ 80 ആണ്, അതേപോലെ ഹൈഡ്രജന്റെ പെർസെന്റേജ് കോമ്പോസിഷൻ 20 ആണ്. ഇനി നമുക്ക് അറിയാവുന്ന അടുത്തൊരു കാര്യം എഴുതുക. ഇതിന്റെ അറ്റോമിക് മാസ് എടുത്ത് എഴുതുക. അറ്റോമിക് മാസ് കാർബണിന്റെ അറ്റോമിക മാസ് എത്രയാണ്? 12 ആണ്. ഹൈഡ്രജന്റെ അറ്റോമിക മാസ് എന്ന് പറഞ്ഞത് 1 ആണ്. ഇനി അടുത്ത കോളത്തിൽ നമുക്ക് എഴുതാനായിട്ടുള്ളത് എലമെന്റ് എഴുതി, പെർസെന്റേജ് കോമ്പോസിഷൻ എഴുതി. അടുത്ത നമ്മൾ എഴുതാൻ പോകുന്നത് പെർസെന്റേജ് കോമ്പോസിഷൻ ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് ആണ്. ഈ പെർസെന്റേജ് കോമ്പോസിഷനെ അറ്റോമിക മാസ് കൊണ്ട് ഭാഗിക്കുകയാണെങ്കിൽ ഒന്ന് നോക്കണേ. ഈ പെർസെന്റേജ് കോമ്പോസിഷൻ കാർബൺ 80% എന്ന് പറഞ്ഞാൽ 100 ഗ്രാം ഉള്ള സബ്സ്റ്റൻസിൽ 80 ഗ്രാം കാർബൺ ആണ്. 20 ഗ്രാം എന്ന് പറയുന്നത് ആരാണ്? ഹൈഡ്രജൻ ആണ്. ആ പെർസെന്റേജ് കോമ്പോസിഷൻ ഡിവൈഡഡ് ബൈ തന്നിരിക്കുന്ന ഭാരത്തെ അതിന്റെ അറ്റോമിക മാസ് കൊണ്ട് ഭാഗിക്കുകയാണെങ്കിൽ നേരത്തെ പഠിച്ചതല്ലേ, ഇതൊരു മോൾ കൺസെപ്റ്റ് അല്ലേ? അപ്പൊ ഇവിടെ നമ്പർ ഓഫ് മോൾ എന്ന് വേണമെങ്കിലും എഴുതാം. അപ്പൊ മോൾ കൺസെപ്റ്റ് എന്ന് എഴുതണ്ട. പെർസെന്റേജ് കോമ്പോസിഷൻ ഡിവൈഡഡ് ബൈ അറ്റോമിക മാസ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഇമ്പരിക്കൽ ഫോർമുലയിൽ നമ്മൾ ഈ കോളത്തിൽ എഴുതാറുള്ളത്. പക്ഷെ ഇത് എന്ത് തന്നെയാണ്? ഇതിന്റെ മോൾ കൺസെപ്റ്റ് ആണ്. തന്നിരിക്കുന്ന ഭാരം അതിനെ അതിന്റെ അറ്റോമിക മാസ് കൊണ്ട് ഭാഗിക്കുക. അതേപോലെ കാർബണിന്റെ എഴുതി, ഹൈഡ്രജന്റെ അറ്റോമിക മാസ് 1 ആണ്, അതിന്റെ ഭാരം നമുക്ക് തന്നേക്ക് 20 ആണ്. ഇത് ഭാഗിച്ചങ്ങോട്ട് എഴുതുക. അപ്പൊ തന്നിരിക്കുന്ന ഭാരത്തെ അതിന്റെ അറ്റോമിക മാസ് കൊണ്ട് ഭാഗിക്കുകയാണെങ്കിൽ അതല്ലേ മോളുകളുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇമ്പരിക്കൽ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കോളത്തില് ഏതൊക്കെ എഴുതണം? എലമെന്റ് എഴുതി, തന്നിരിക്കുന്നതിന്റെ പെർസെന്റേജ് കോമ്പോസിഷൻ യഥാക്രമം കൊണ്ട് എടുത്ത് എഴുതി, അറ്റോമിക മാസ് എഴുതുക. ഇനി പെർസെന്റേജ് കോമ്പോസിഷൻ ഡിവൈഡഡ് ബൈ അറ്റോമിക മാസ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇനി അടുത്തത് എന്താ? ഇത് ഭാഗിച്ച് അങ്ങോട്ട് എടുത്ത് എഴുതണം. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ 80 ഡിവൈഡഡ് ബൈ 12 ആണ്. അതിന്റെ ആൻസർ നമുക്ക് കിട്ടുക 6.666 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ നമുക്ക് 6.67 അങ്ങോട്ട് എടുത്ത് എഴുതാം. 20 ഡിവൈഡഡ് ബൈ 1 20 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. പെർസെന്റേജ് കോമ്പോസിഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത് എഴുതാനുള്ളത് സിംപ്ലസ്റ്റ് റേഷ്യോ ആണ്. അപ്പൊ എങ്ങനെയാണ് സിംപ്ലസ്റ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക? സിംപ്ലസ്റ്റ് റേഷ്യോയും ഉണ്ട്, ഹോൾ നമ്പർ റേഷ്യോയും ഉണ്ട്. അപ്പൊ സിംപ്ലസ്റ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ അടുത്തത് നമുക്ക് എഴുതാനുള്ളത് അതിന്റെ സിംപ്ലസ്റ്റ് റേഷ്യോ ഓഫ് അറ്റോമിക് മാസിന്റെ സിംപ്ലസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് റേഷ്യോ എന്ന് എടുത്ത് എഴുതിയാൽ മതി. ആ സിംപ്ലസ്റ്റ് റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. നമുക്ക് തന്നിരിക്കുന്നതില് നമ്മൾ പെർസെന്റേജ് കോമ്പോസിഷൻ ഡിവൈഡ് ബൈ അറ്റോമിക മാസ് അല്ലേ കണ്ടുപിടിച്ചേക്കുക. ഇപ്പൊ ഇവിടെ 2 ഡേറ്റാസേ ഉള്ളൂ. പിന്നെ 2ൽ കൂടുതൽ വന്നാലോ അല്ലെങ്കിൽ 2 ഉള്ളെങ്കിൽ അത് കിട്ടിയതിൽ ഏറ്റവും ചെറിയ വാല്യൂ നോക്കുക. ഇവിടെ 6.67 ഉണ്ട്, 20%, 20 ഉണ്ട്. അപ്പൊ ഇതിലെ ഏറ്റവും ചെറുത് 6.67 അല്ലേ? അതുകൊണ്ട് ഈ 2 ടേമിനെയും ഭാഗിക്കുക. അപ്പൊ അതായത് 6.67 ഡിവൈഡഡ് ബൈ 6.67. ഇനി അതേപോലെ 20 ഡിവൈഡഡ് ബൈ 6.67, 20 ഡിവൈഡഡ് ബൈ 6.67. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2.99 എന്നുള്ള വാല്യൂ കിട്ടി. ഇപ്പൊ 2.99 എന്നുള്ള രീതിയിലാണ് കിട്ടിയേക്കാം. അപ്പൊ അടുത്തൊരു കോളം കൂടെ നമുക്ക് എഴുതാനായിട്ടുണ്ട്. ആ കോളത്തിൽ എഴുതാനായിട്ടുള്ളത് എലമെന്റ് ആയി, പെർസെന്റേജ് കോമ്പോസിഷൻ എഴുതി, അറ്റോമിക് മാസ് എഴുതി, പെർസെന്റേജ് കോമ്പോസിഷൻ ഡിവൈഡ് ബൈ അറ്റോമിക് മാസ്, സിംപ്ലസ്റ്റ് റേഷ്യോ. അടുത്ത എഴുതാനുള്ളത് ഇതിനെ ഒരു പൂർണ്ണസംഖ്യാ രൂപത്തിൽ എഴുതുക. ഇവിടെ ഒരു ഫ്രാക്ഷൻ അല്ലേ കിടക്കുക. ഹോൾ നമ്പർ റേഷ്യോ, സിംപ്ലസ്റ്റ് റേഷ്യോ മാറ്റി ഹോൾ നമ്പർ റേഷ്യോ, സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ആണ്.
അപ്പൊ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഇതിനെ ഒരു പൂർണ്ണസംഖ്യയാക്കി മാറ്റുക. ഇത് ഒന്ന് തന്നെയാണ്. 2.99 എന്നുള്ള വാല്യൂ നമുക്ക് വന്നേക്കുക. അതിനെ റൗണ്ട് ചെയ്താലേ നമുക്ക് 3 എന്നെടുത്ത് എഴുതിക്കൂടെ? അപ്പൊ അതൊരു ഹോൾ നമ്പർ ആയിട്ട് മാറിയില്ലയോ, ഒരു പൂർണ്ണസംഖ്യയായിട്ട് മാറിയില്ലയോ? ഇനി നേരെ മറിച്ചിട്ട് നോക്കുക, നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂ 1 കിട്ടി, 1.5 എന്നാണ് നമുക്ക് 2 വാല്യൂ കിട്ടിയേക്കുന്നത്. ഇതിനെ അടുത്ത് ഹോൾ നമ്പർ റേഷ്യോ എന്ന് പറഞ്ഞ് 1ഉം 2 എന്നെടുത്ത് എഴുതരുത്. മറിച്ച് എന്ത് ചെയ്യുക, ഇതിനെ ഒരു പൂർണ്ണസംഖ്യയാക്കി മാറ്റാൻ വേണ്ടി ഇപ്പൊ ഇതിനെ നമുക്ക് തൊട്ടടുത്ത് 1 കഴിഞ്ഞ് വരുന്ന അടുത്ത സംഖ്യ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് 2ഉം കിട്ടും, അതേപോലെ 3ഉം കിട്ടും. ഇതായിരിക്കാം അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള എന്ത് ഹോൾ നമ്പർ റേഷ്യോ. അല്ലാതെ 1, 3 എന്നെടുത്ത് എഴുതി കളയരുത്. ഇപ്പൊ ഈ തന്നിരിക്കുന്ന വാല്യൂ ഏകദേശം 1ഉമാണ്, ഇത് 3 ആയതുകൊണ്ടാണ് 1, 3 എന്നുള്ള രീതിയിൽ എടുത്ത് എഴുതിയേക്കുക. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, കാർബണിന്റെയും കിട്ടി, ഹൈഡ്രജന്റെയും സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ കിട്ടി. അപ്പൊ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ എത്രയാ കിട്ടിയേക്കുക? ഇപ്പൊ ഇമ്പരിക്കൽ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാം. കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. കാർബണിന്റെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ 1 അല്ലേ കിട്ടിയേക്കുക? ഹൈഡ്രജന്റെ കിട്ടിയേക്കുന്നത് 3 ആണ്. അതിന്റെ താഴെ ഇങ്ങോട്ട് എടുത്ത് എഴുതണം. ഇമ്പരിക്കൽ ഫോർമുല ഈക്വൽ ടു C1H3 C1H3 എന്ന് പറഞ്ഞ് കിട്ടി. മനസ്സിലായോ? നമുക്ക് തന്നിരിക്കുന്ന ആ ഡേറ്റാസ് ഉപയോഗിച്ച് നമ്മളൊരു കോളം വരച്ചു. ആ കോളത്തിൽ ഉൾക്കൊള്ളിക്കുക എലമെന്റ്, പെർസെന്റേജ് കോമ്പോസിഷൻ, അറ്റോമിക് മാസ്, പെർസെന്റേജ് കോമ്പോസിഷൻ ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്, സിംപ്ലസ്റ്റ് റേഷ്യോ, ഹോൾ നമ്പർ റേഷ്യോ. ആ സിംപ്ലസ്റ്റ് റേഷ്യോ കിട്ടാനായി തന്നിരിക്കുന്നതില് ഏറ്റവും ചെറുത് കൊണ്ട് ആ തന്നിരിക്കുന്ന 2 വാല്യൂവിനെ ഭാഗിച്ചു. കിട്ടി സിംപ്ലസ്റ്റ് റേഷ്യോ ആയി. അതിനൊരു ഹോൾ നമ്പർ റേഷ്യോയ്ക്ക് മാറ്റിയെടുത്തു, പൂർണ്ണസംഖ്യയാക്കി മാറ്റി. അത് തന്നെയായിരിക്കാം അതിന്റെ ഇമ്പരിക്കൽ ഫോർമുല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ കണ്ടുപിടിക്കാനുണ്ട്. ദ എക്സാക്ട് നമ്പർ ഓഫ് ഡിഫറന്റ് ടൈപ്പ് ഓഫ് ആറ്റം പ്രസന്റ് ഇൻ എ മോളിക്യൂൾ ഓഫ് എ കോമ്പൗണ്ട്. അതെന്തുവാണ്? അതല്ലേ മോളിക്കുലാർ ഫോർമുല എന്നതുകൊണ്ട് അർത്ഥമാക്കുക. അപ്പൊ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാം. അപ്പൊ മോളിക്കുലാർ ഫോർമുല ഈക്വൽ ടു n into empirical formula where n equal to n കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് n equal to molecular mass divided by empirical formula mass. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇമ്പരിക്കൽ ഫോർമുല മാസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് കിട്ടിയേക്കുന്ന ഇമ്പരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് C1H3 ആണ്. C1H3. ഇനി ഇമ്പരിക്കൽ ഫോർമുല മാസ് നമ്മൾ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നത് പോലെ ഈ തന്നിരിക്കുന്ന സിംപ്ലസ്റ്റ് റേഷ്യോവിന്റെ കാർബൺ ഹൈഡ്രജന്റെ മാസുകൾ കൂട്ടി എഴുതുക. അപ്പൊ നമുക്ക് 12 into 1 പ്ലസ് 3 into 1 നമുക്ക് കിട്ടിയേക്ക 12 പ്ലസ് 3 15 എന്ന് പറഞ്ഞ് കിട്ടി. ഇമ്പരിക്കൽ ഫോർമുല മാസ് നമുക്ക് 15 കിട്ടി. ഇനി നമുക്കൊരു ഡേറ്റാസ് തന്നിട്ടുണ്ടല്ലോ, മോളിക്കുലാർ മാസ്. ആ മോളിക്കുലാർ മാസ് എത്രയാ തന്നേക്കുക? 30 അല്ലയോ? അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. n equal to 30 divided by 15 equal to 2. എന്നിന്റെ വാല്യൂ 2 കിട്ടി. അങ്ങനെയെങ്കിൽ അതിന്റെ മോളിക്കുലാർ ഫോർമുല ഈക്വൽ ടു n into ഇമ്പരിക്കൽ ഫോർമുല. എന്നിന്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. ഇൻറ്റു ഇമ്പരിക്കൽ ഫോർമുല C1H3. അപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ C2H6 എന്നതാണ് അതിന്റെ കൃത്യമായിട്ടുള്ള മോളിക്കുലാർ ഫോർമുല. അപ്പൊ C1H3 ദ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഓഫ് വേരിയസ് ആറ്റം പ്രസന്റ് ഇൻ എ കോമ്പൗണ്ട് ആണ് അതിന്റെ ഇമ്പരിക്കൽ ഫോർമുല എങ്കിൽ ദ എക്സാക്ട് നമ്പർ ഓഫ് ഡിഫറന്റ് ടൈപ്പ് ഓഫ് ആറ്റം പ്രസന്റ് ഇൻ എ മോളിക്യൂൾ ഓഫ് എ കോമ്പൗണ്ട് ഈസ് കാൾഡ് ഇറ്റ്സ് മോളിക്കുലാർ ഫോർമുല. അങ്ങനെയുള്ള മോളിക്കുലാർ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യുക n into ഇമ്പരിക്കൽ ഫോർമുല where n equal to molecular mass divided by empirical formula mass. ഇനി നമുക്ക് ചില ചോദ്യങ്ങളില് പെർസെന്റേജ് കോമ്പോസിഷൻ തന്നിരിക്കും. പക്ഷേ ഈ തന്നിരിക്കുന്നതിൽ മോളിക്കുലാർ മാസ് തരില്ല.
ഇപ്പൊ മോളിക്കുലാർ മാസ് തരാതെ പകരം തരുന്നത് വേപ്പർ ഡെൻസിറ്റി എന്നായിരിക്കാം തരിക. വേപ്പർ ഡെൻസിറ്റി. അപ്പം വേപ്പർ ഡെൻസിറ്റി തന്നാൽ ഓർക്കുക മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ. അപ്പൊ മോളിക്കുലാർ മാസ് ഈക്വൽ ടു 2 into വേപ്പർ ഡെൻസിറ്റി. ഓർത്ത് വെച്ചേക്കുക. ഇത് പ്രോബ്ലത്തില് അതിന്റെ മോളിക്കുലാർ മാസ് തരാതെ വേപ്പർ ഡെൻസിറ്റി ആയിരിക്കാൻ തരിക. അപ്പൊ ഈ ചോദ്യത്തിൽ തന്നെ ഇതിന്റെ വേപ്പർ ഡെൻസിറ്റി ചിലപ്പോൾ 15 എന്നായിരിക്കാൻ തരിക. അപ്പൊ വേപ്പർ ഡെൻസിറ്റി ഇൻറ്റു അതിന്റെ ഇരട്ടി എടുക്കുക 2. അപ്പൊ 15 മോളിക്കുലാർ മാസ് ആയില്ലേ. ഇതായിരിക്കും ഇമ്പരിക്കൽ ഫോമിലെയും മോളിക്കുലാർ ഫോമിലെയും കണ്ടുപിടിക്കാനായിട്ടുള്ള സ്റ്റെപ്പ്. മനസ്സിലായോ? ഇപ്പൊ ഒരു ഹോംവർക്ക് ആണ് ഞാൻ എഴുതിയിട്ടേക്ക്. ഇമ്പരിക്കൽ ഫോമുലയാണ് ഒരു ഹോംവർക്ക്. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്യാനുള്ളത്. ഇപ്പൊ അവിടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഇതിന്റെ കാർബണിന്റെ പെർസെന്റേജ് 61% തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ 11.8%, 11.8%. ഓക്സിജൻ 27.12%. പക്ഷെ ഇവിടെ തന്നേക്കുക മോളിക്കുലാർ മാസ് അല്ല, മറിച്ച് വേപ്പർ ഡെൻസിറ്റി ആണ് തന്നേക്കുക. വേപ്പർ ഡെൻസിറ്റി 59 ആണ്. കാൽക്കുലേറ്റ്സ് ഇറ്റ്സ് ഇമ്പരിക്കൽ ആൻഡ് മോളിക്കുലാർ ഫോമുല. അപ്പൊ ഇമ്പരിക്കൽ ഫോമുലയും മോളിക്കുലാർ ഫോമുലയും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, കോളമൊക്കെ വരച്ച് അതിനകത്ത് എലമെന്റ്, അറ്റോമിക് മാസ്, പെർസെന്റേജ് കോമ്പോസിഷൻ ഡിവൈഡ് ബൈ അറ്റോമിക് മാസ്, സിംപ്ലസ്റ്റ് റേഷ്യോ, ഹോൾ നമ്പർ റേഷ്യോ, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഇമ്പരിക്കൽ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാം. ആ ഇമ്പരിക്കൽ ഫോർമുല ഉണ്ടെങ്കിൽ ഇൻറ്റു എൻ ആണ് മോളിക്കുലാർ ഫോർമുല. അപ്പൊ എന്നിന്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ ഇമ്പരിക്കൽ ഫോർമുല മാസ്. പക്ഷെ ഇവിടെ നമുക്ക് തന്നേക്കുക വേപ്പർ ഡെൻസിറ്റി അല്ലയോ. 2 into വേപ്പർ ഡെൻസിറ്റി ആയി മോളിക്കുലാർ മാസ് ആയി. അതിനെ ഇമ്പരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഭാഗിക്കുക. അപ്പൊ എൻ കിട്ടി. എൻ ഇൻറ്റു ഇമ്പരിക്കൽ ഫോർമുല. അപ്പൊ എന്തും കിട്ടും? മോളിക്കുലാർ ഫോർമുല. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക.